വേഷം? ഇതെന്താ വേഷം? ഇത് അഴിച്ചില്ലേടാ. ഇതാണ് പ്രതിഷേധം. പ്രശ്നമറിഞ്ഞ് പ്രതിഷേധിക്കുക. വർണ്ണ വിവേചനത്തിനെതിരെയുള്ള പ്രതിഷേധമാണ്. ഇനി ഒരുത്തനും ഇതിനായിട്ട് തല ഒക്കൂലല്ലോ. ആ രീതിയിൽ ഞങ്ങളിത് പൊളിച്ചിട്ടുണ്ട്. എന്തായാലും നിന്റെ സമരമുറ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടില്ലേ മൊത്തത്തില്? തന്നേ അറിഞ്ഞിട്ട് ചാനലുകാർ ഇങ്ങനെ ചുറ്റും വന്നങ്ങ് മുളഞ്ഞെൻ്റെ തങ്കം ഒന്ന് കാണുമായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതെ, അവിടെ പല പല പരിപാടികൾക്ക് വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡൽഹിയിൽ പോകണം, പിന്നെ അതിനിടയ്ക്ക് തമിഴ്നാട്ടിലൊരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. അതായത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രതിഷേധിക്കാൻ ഞാൻ ഇനി പുതിയ സംഭവങ്ങൾ കണ്ടെത്തണം. അത് കണ്ടെത്തും ഞാൻ. ആക്രാന്ത് സാർ വിളിച്ചു. ആക്രാന്ത് സാർ വിളിച്ചിട്ട് ഡൽഹിയിൽ ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട്. അതിനല്ലടാ ഞാൻ ഇങ്ങോട്ട് വന്നേക്കണം എന്റെ തങ്കത്തിന് കാണാനായിട്ട്. എന്തായാലും ഇനി ഒരുത്തന് വേണ്ട ഇങ്ങനൊരു പ്രശ്നത്തിന് ഒരുത്തനും തലപൊക്കും. ചാനലുകാരുണ്ടായിരുന്നു. എവിടെ വരാൻ പോയി? ഞാൻ പറയാം നോ അത് നമുക്ക് വേറൊരു ദിവസത്തിലാവാം, അല്ലെങ്കിൽ അടുത്തൊരു സമരമുറയ്ക്കാവാം എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. കുറെ പേർക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഇനി നാളത്തെ പത്രത്തിലെല്ലാം ഫുൾ എന്റെ ഫോട്ടോ ആയിരിക്കും. ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുമായിരിക്കും. അയ്യോ, ഇനിയിപ്പോ ഞാൻ അടുത്ത് ആലോചിക്കുന്നുണ്ട്. നിന്റെ സസ്പെൻഷനെതിരെ ഞാൻ ഒരു പുതിയ സമരമുറ കണ്ടെത്തിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അത് റെഡിയാക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. ഐഡിയ ഉണ്ട്. നിന്നെ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചെടുക്കും, എടുപ്പിക്കും ഞാൻ. കൂട്ടത്തിൽ ഒരു പ്രൊമോഷൻ. അത് കൊടുക്കാം നമുക്ക്. നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? അതിന്റെ കുടുംബശ്രീയിൽ വല്ല പ്രശ്നമുണ്ടോ? എടുത്തു വെക്കണം ക്ലീറ്റോ. ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കണം. എടുത്തോ, ബാ ഇങ്ങോട്ട്. അല്ല, ഞാൻ നിൽക്കണ്ട. എനിക്ക് ക്ലീറ്റോന്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ എപ്പോഴും കാണാൻ വേണ്ടിട്ട്. ശരി, അത് വല്ലാതെ ആഗ്രഹമാണ്. അത് എടുത്തിട്ട് നമുക്ക് ഒരു സെൽഫിയും കൂടെ എടുക്കാം. ആ പെണ്ണ് അതിന്റെ ഇടയിൽ കയറി വന്നു. ലിലിമോളെ കൂടെ നിൽക്കട്ടെ. ഞാൻ ലിലിമോളെ കൂടെ ഒരു ഫോട്ടോ പാടി. എന്തിന് വീട് പോ? എന്തോന്നിട്ട് നിനക്കൊരു സന്തോഷമില്ലാത്ത? സമരം വിജയിച്ചില്ലേ? എവളെ ടീച്ചറുണ്ടല്ലോ, മറ്റേ ഉടമസ്ഥ, മാനേജർ. അയ്യോ, ഒരു മുതല് തന്നെ എന്റെ മുമ്പിൽ അവസാനം കണ്ടോ പത്തി മടക്കി ഇങ്ങനെ നിലത്ത് കിടന്ന് എഴഞ്ഞ് മാളത്തിൽ കയറി. അതെ, അവരെഴഞ്ഞ് മാളത്തിൽ കയറി. എന്നോട് മാളത്തിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. നാളെ തൊട്ട് വീട്ടിൽ തന്നെ ഇരുന്നാ മതി, അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. ക്ലീറ്റോ ചേട്ടനല്ലേ സമരം ചെയ്തത്? ഞാൻ ക്ലീറ്റോ ചേട്ടന്റെ പെങ്ങളല്ലേ, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു. ജോലി പോയി. അത് കൊള്ളാക്കിയല്ലടാ.